സർ, നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ് പോലീസുകാർ. സർ, അവർക്കുണ്ടാകുന്ന കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ 88 പോലീസുകാർ ആത്മഹത്യ ചെയ്തു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ബഹുമാനപ്പെട്ട അവതാരകൻ ശ്രീ PC വിശ്വനാഥ് ഇവിടെ സഭയുടെ മുൻപാകെ അവതരിപ്പിച്ചത്. സർ, അദ്ദേഹം അതിനുശേഷം നടത്തിയ പ്രസംഗം അതിൻ്റെ റൂട്ട് കോസ് തേടിയുള്ള ഒരു അന്വേഷണമായിരുന്നു. മുഖ്യമന്ത്രി അതിനെ ചെറുതായി കാണില്ല. അദ്ദേഹം ശവശരീരങ്ങൾക്ക് പോലീസ് കാവൽ നിൽക്കരുത് എന്നല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ശവശരീരങ്ങൾക്ക് കാവൽ നിൽക്കുക എന്നുള്ള ഏറ്റവും ക്ലേശകരമായ ജോലി ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഒരു മനുഷ്യനാണോ ഇത് ചെയ്യുന്നത് എന്ന് നമ്മൾ സംശയം തോന്നുന്ന തരത്തിലുള്ള ജോലിഭാരമാണ് അവരുടെ മീതെ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് ചെയ്യാൻ ഒരുപാട് ആളുകൾ ചെയ്യേണ്ട ജോലി കുറച്ച് ആളുകൾ മാത്രം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അമിതമായ ജോലിഭാരമാണ്. സാർ, അതിൻ്റെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിനാണ്. അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് അദ്ദേഹം വിശദമായി സംസാരിച്ചത്. ഇത് അവർക്കുണ്ടാകുന്ന മാനസികമായ പ്രയാസങ്ങൾ, അവരുടെ അമിതമായ അവർക്ക് മീതെ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, ഇതെല്ലാം നമ്മുടെ ലോ ആൻഡ് ഓർഡർ നടത്തിക്കൊണ്ടു പോകുന്നതിനെ ബാധിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന സാധാരണക്കാരനെ അത് ബാധിക്കുകയാണ്. അവർക്കുണ്ടാകുന്ന ദേഷ്യവും പ്രയാസവും വിഷമവും എല്ലാം അങ്ങോട്ട് പോവുകയാണ്. സാർ, ഇതെല്ലാം ഇതൊരു പഴയ കാലത്തല്ല. പഴയ റോഡിലൂടെ പോലീസുകാരൻ ഇറങ്ങിയാൽ ഓടി ആളുകൾ വീടിനകത്തേക്ക് കയറുന്ന, കുട്ടികൾ പേടിച്ചോടുന്ന പഴയ കുട്ടമ്പള്ള പോലീസിന്റെ കാലമല്ല ഇത്. ഇത് റിഫൈൻഡ് ആയിട്ടുള്ള പോലീസാണ്. ലോകം മുഴുവൻ ആളുകളുടെ ബന്ധുക്കളായി നിന്നുകൊണ്ട് ക്രൈം ഇല്ലാതാക്കാൻ നോക്കുന്ന ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണങ്ങൾ നടത്തി ജനങ്ങളുടെ കൂടപ്പിറപ്പായി നിൽക്കുന്ന സംവിധാനമാണ് ലോകത്തിൽ എല്ലായിടത്തുള്ള പോലീസ്. ആ പഴയ രീതിയിലാണോ സർ നാം ഈ പോലീസിനെ നേരിൽ കാണേണ്ടത്? അവർക്കുണ്ടാകുന്ന ഈ അമിതമായ ജോലിഭാരം അവരുടെ ജോലിയെ എങ്ങനെ ബാധിക്കുന്നു, അവർ ചെയ്യുന്ന ജോലിയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വിലയിരുത്തലല്ലേ വേണ്ടത്. അതിനെ ഒരു പോലീസിന്റെ ആത്മവീര്യം കളയാൻ വേണ്ടിയിട്ട് ചെയ്താണോ? ഇതൊരു യാഥാർത്ഥ്യമല്ലേ? ഇതൊരു കണക്കല്ലേ? ഇത്രമാത്രം ആളുകൾ സമ്മർദ്ദത്തിലാകുന്നു, ഇത്രമാത്രം ജോലി ചെയ്യാൻ കഴിയാതെ പോകുന്നു എന്നുള്ള ഒരു വാർത്ത വന്നിരിക്കുന്നത്. സർ, ഇവിടെ പറഞ്ഞല്ലോ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്. 2023 ഡിസംബർ 7 ഈ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ കൗൺസിലിംഗ് ഉൾപ്പെടെ നിർദ്ദേശിച്ച് സംസ്ഥാന പോലീസ് മേധാവി മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. ആവശ്യത്തിന് അവധിയടക്കം കുടുംബാംഗങ്ങൾക്കൊപ്പം ആഘോഷവേളകൾ ചെലവിടാൻ പോലീസുകാർക്ക് അവസരം നൽകണമെന്ന് സർക്കുലറിൽ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം അപ്പോൾ മനസ്സിലാക്കണം, മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയല്ല, അവധി കൊടുക്കുന്നില്ല, അവധി തീരെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പോലീസ് മേധാവി സർക്കുലർ പുറപ്പെടുവിച്ചത്. മുഖ്യമന്ത്രി ഇങ്ങനെ മറുപടി പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? മുഖ്യമന്ത്രിയുടെ അതൊക്കെ ഒരു കുഴപ്പമില്ല, അതെല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അത് തന്നെ വളരെ ഗുരുതരമായ പ്രശ്നമാണ്. കുടുംബാംഗങ്ങളോടൊപ്പം ചെലവഴിക്കാൻ കഴിയുന്നില്ല, കുടുംബത്തിലെ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. ഒരു കാര്യത്തിന് പോലും അമ്മ സുഖമില്ലാതെ ക്യാൻസർ രോഗിയായി കിടന്നിട്ട് അമ്മയെ ആശുപത്രി കൊണ്ടുപോകാൻ ഒരു അവധി ചോദിച്ചിട്ട് കൊടുക്കാത്ത ആത്മഹത്യ ചെയ്ത പോലീസുകാരുണ്ട്. ഭാര്യ പ്രസവിക്കാൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ആശുപത്രിയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് പോകാതെ ഭാര്യയ്ക്ക് വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനായിട്ട് അവധി ലഭിക്കാതെ ഇരുന്നതിന് സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ തലചുറ്റി വീണ പോലീസുകാരന്റെ കഥയുണ്ട്. ഒരുപാടുണ്ട്. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളൂടെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയല്ല, അത് പോലീസ് സേനയിൽ മേധാവി അത് മനസ്സിലാക്കിയിട്ടാണ്. ആ സർക്കുലർ വായിച്ചാൽ അറിയാം. ആ സർക്കുലറിൽ തന്നെ ഈ ഒരു ഫൈൻഡിങ് ഉണ്ട്, ഇതാണ് സംഭവം. പക്ഷെ അതെങ്ങനെ പരിഹരിക്കാൻ കഴിയും? ഈ സർക്കുലർ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം പോലീസ് സേനയിൽ ഉണ്ടായോ? ട്രെയിനിങ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകേണ്ടി വരും, പല രീതിയിലുള്ള മാറ്റം ഉണ്ടാകേണ്ടി വരും. മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദം അവരുടെ കീഴിലേക്ക് കൊടുക്കുകയാണ്. എന്നോടൊരു ഉദ്യോഗസ്ഥൻ ഒരു വോയിസ് കേൾപ്പിച്ചു തന്നു. ഒരു മേലുദ്യോഗസ്ഥൻ പറഞ്ഞ ചീത്തയാണ്, കേട്ട ചെവി പൊട്ടിപ്പോവും. ഇത് കേൾക്കുന്ന ഇയാള് ഇത് ആരോടാ പറഞ്ഞു തീർക്കുന്നത്? പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ മന്നവനോ അവന്റെ മെക്കിട്ടാണ് കയറുന്നത്. ഇത് മുകളിൽ നിന്ന് കിട്ടുന്നത് താഴേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനിങ് ക്യാമ്പിൽ ഇതൊന്നും പഠിപ്പിക്കുന്നില്ലല്ലോ. അപ്പൊ ശാസ്ത്രീയമായ ആധുനികമായ സങ്കേതങ്ങളല്ല ഉപയോഗിക്കുന്നത് എന്നാണ്.
സർ, അനധികൃതമായ സ്ഥലം മാറ്റങ്ങൾ ഓരോരുത്തരല്ലേ ഇടപെടുന്നത്. അങ്ങ് എത്ര ഭംഗിയായിട്ടാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ നടത്തിയത്. ബാഹ്യമായ ഇടപെടൽ കേരള പോലീസിലില്ലാന്ന് അങ്ങേക്ക് നെഞ്ച് കൈവച്ച് പറയാൻ പറ്റുമോ? ബാഹ്യമായ ഇടപെടലുകൾ കേരളത്തിലെ പോലീസിലില്ലെന്ന്. സാർ, പോലീസിലെ ഹൈറാർക്കിയിലുള്ള മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ കേൾക്കുമോ? SP നിയന്ത്രിക്കുന്നത് ആരാ? നിങ്ങളുടെ ജില്ലാ കമ്മിറ്റികളല്ലേ? നിങ്ങളുടെ SHOമാരെ നിയന്ത്രിക്കുന്നത് ആരാ? ഏരിയ കമ്മിറ്റികളല്ലേ? സാർ, എത്രയോ സംഭവങ്ങൾ ഈ നാട്ടിലുണ്ടായി, എത്രയോ സംഭവങ്ങൾ. നാഷണൽ ഹൈവേയിൽ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നാഷണൽ ഹൈവേയിൽ ഒരു ക്രിമിനൽ തോക്ക് ചൂണ്ടി ചില്ലുതല്ലി പൊളിച്ചു. അപ്പൊ അവര് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അപ്പൊ അവർ ഏത് ക്രിമിനലാന്ന് ചോദിച്ചു. അപ്പൊ അയാളുടെ പേര് പറഞ്ഞു, ഇന്ന ആളാണ്. അയ്യോ, അതാണെങ്കിൽ നിങ്ങൾ വിട്ടേക്ക്, നിങ്ങൾ സ്ഥലം വിട്ടു പോയിക്കോ, അത് ഇവിടുത്തെ ഏരിയ സെക്രട്ടറിയുടെ സ്വന്തം ആളാണെന്നോ. അവര് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. ഞാൻ കാണിച്ചെന്ന വാർത്ത. പോലീസ് സ്റ്റേഷനിൽ പോയി അവർ പരാതി കൊടുത്തു. പരാതി കൊടുത്തപ്പോ അവിടുത്തെ SHO ഉപദേശിച്ചു, ഇയാൾക്കെതിരായിട്ടാണെങ്കിൽ, ഈ ക്രിമിനലിനെതിരായിട്ടാണെങ്കിൽ കേസും പരാതിയൊന്നും നൽകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അയാളെ സംരക്ഷിക്കാൻ വേറെ ആളുണ്ടെന്ന്. ചാലക്കുടിയിൽ നിങ്ങളുടെ ഒരു പാർട്ടിക്കാരൻ പോലീസ് ജീപ്പിന്റെ മുകളിൽ കയറിയെന്ന് ആ ഗ്ലാസ് തല്ലി പൊളിച്ചില്ലേ, അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോ ആരവനെ ഇറക്കി കൊണ്ടുപോയത്? പോലീസ് ജീപ്പിൽ നിന്ന് ഏരിയ സെക്രട്ടറി. ആ ഏരിയ സെക്രട്ടറി അറസ്റ്റ് ചെയ്തോ? അവിടെ ചെന്ന് ഒരു പ്രധാനപ്പെട്ട നേതാവ് പ്രസംഗിച്ചല്ലോ, ആ ചാലക്കുടി SI റോഡിലിട്ട് പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലുമെന്ന്. നിങ്ങളൊരു നടപടിയെടുത്തോ? എന്നിട്ട് പറയാണ് ബാഹ്യമായ ഇടപെടലുകൾ ആ പോലീസിൽ ഇല്ല. മുകളിലുള്ള ആളുകൾ പറഞ്ഞാലല്ല കേൾക്കുന്നത്, താഴെ പോലീസ് സ്റ്റേഷനിൽ ഇടപെടുന്ന ആളുകൾ പറയുന്നതാണ്. ക്രിമിനലുകൾക്ക് അദ്ദേഹം പറയട്ടെ. ലെറ്റ് ഹിം കൺക്ലൂഡ് പ്ലീസ്. അവിടെ ഇരിക്കെ പ്ലീസ്. അവിടെ ഇരിക്കെ അദ്ദേഹം സംസാരിക്കട്ടെ. നിങ്ങൾ അവിടെ ഇരിക്കെ, അവരിരുന്നോളും, നിങ്ങളിരിക്കെ, ബഹളം ഉണ്ടാക്കല്ലേ പ്ലീസ്. ഒന്ന് അവിടെ ഇരിക്കെ അവിടെ ഇരിക്കെ അദ്ദേഹം സംസാരിക്കട്ടെ. അവിടെ ഇരിക്കെ അവിടെ ഇരിക്കെ. സർ, ക്രിമിനലുകൾക്ക് പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്നു എന്ന് ഞങ്ങൾ ഈ നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചവരാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങൾക്ക്, സ്വർണം പൊട്ടിക്കലുകാർക്ക്, മയക്കുമരുന്ന് സംഘങ്ങൾക്ക് എല്ലാം ഈ സംസ്ഥാനത്ത് പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്നു എന്ന് ഞങ്ങൾ ഈ ഹൗസിൽ പറഞ്ഞപ്പോൾ ബഹളമുണ്ടാക്കിയ ആളുകളാണ് ഇന്ന് എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുക, പൊളിറ്റിക്കൽ പേട്രണേജിനെ കുറിച്ച് ഗൗരവത്തോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറയണ മാരുതിക്കാരന്റെ കാര്യം പറയണ്ടല്ലോ. അദ്ദേഹം കൺക്ലൂഡ് അവസാനിപ്പിക്കട്ടെ. സാർ, അപ്പോ ആ പൊളിറ്റിക്കൽ പേട്രണേജ് ക്രിമിനലുകൾക്ക് കൊടുക്കുന്ന ഒരു നാട്ടിൽ പോലീസിന് എന്താ സാർ ജോലി? ഞാൻ മുഖ്യമന്ത്രിയുടെ ഒറ്റ സ്റ്റേറ്റ്മെന്റാണ്, ഒരു ബാഹ്യ ഇടപെടലും കേരളത്തിലെ പോലീസിൽ ഇല്ല എന്ന ഒറ്റ സ്റ്റേറ്റ്മെന്റിലാണ് ഞാൻ അതിന് മറുപടി പറഞ്ഞത്. പിന്നെ സാർ, PSCയുടെ കാര്യം അങ്ങ് പണ്ട് മുതലേ എടുക്കുന്നൊരു നിലപാട്. അങ്ങ് വന്നതിന് ശേഷം ഈ PSC സമരങ്ങൾ കഴിഞ്ഞതിന് ശേഷം PSC ലിസ്റ്റുകൾ വെട്ടിച്ചുരുക്കിയല്ലോ. കഴിഞ്ഞ ദിവസം എൻ്റെ മുമ്പിൽ വന്ന ഒരു പരാതി ഞാൻ അങ്ങേക്ക് അയച്ചിട്ടുണ്ട്. 32 വേക്കൻസി ഉണ്ട്, മൊത്തത്തിൽ റിപ്പോർട്ടഡ് വേക്കൻസി ഉണ്ട്. അതിന്റെ ലിസ്റ്റിൽ 20 പേരുണ്ട്. വെട്ടിച്ചുരുക്കി സാർ. എന്നിട്ട് അതിൽ അർഹതപ്പെട്ട ആളുകൾക്കാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ചതാണ്. എന്നിട്ട് ആളുകൾ അത്രയുള്ള വേക്കൻസി പറഞ്ഞിട്ടുള്ളൂ, വെട്ടിച്ചുരുക്കാൻ പറഞ്ഞ് ഇപ്പൊ വെട്ടിച്ചുരുക്കുക. സാർ, ഇവിടെ ഈ പോലീസ് ലിസ്റ്റിൽ വന്ന ആളുകൾ ഇവിടെ സമരം നടത്തുമ്പോൾ അവർ റൈറ്റ് ടു ഇൻഫർമേഷൻ വഴി കേരളത്തിലെ ഓരോ പോലീസ് ജില്ലകളിലും ഉള്ള റിപ്പോർട്ട് ചെയ്യാത്ത വേക്കൻസികളുടെ ലിസ്റ്റുമായിട്ടാണ് അവർ സമരം ചെയ്തത്. മുഖ്യമന്ത്രി പറഞ്ഞ പോലെയല്ല, എല്ലാ സാങ്ഷൻഡ് പോസ്റ്റിലും ആളുകളെ വെച്ചു എന്ന അങ്ങയുടെ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത വേക്കൻസിയുള്ള, ഫില്ല് ചെയ്യാത്ത വേക്കൻസികൾ നിരവധി പോലീസ് ജില്ലകളിലുണ്ട്. അങ്ങോട്ട് റിപ്പോർട്ട് 20 ജില്ലകളിലെയും പോലീസ് മേധാവികളിൽ നിന്ന് വാങ്ങിക്കേ. ഈ ലിസ്റ്റിൽപ്പെട്ടവര് പറയുന്നത്
സ്വാഭാവികമായിട്ട് ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. പക്ഷെ അങ്ങേപ്പോലെ ഒരാൾ ഇത്തരമൊരു ലിസ്റ്റിനെ ആകെ കുറ്റപ്പെടുന്നത് ശരിയല്ല. കാരണം ഒഴിവുള്ള തസ്തികകളാണ് സാധാരണഗതി, ഒഴിവുള്ള സീറ്റാണ് ഈ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒഴിവ് നിശ്ചിത തീയതി മാത്രമല്ല, ഭാവി കൂടി കണക്കാക്കി എടുത്ത് റിപ്പോർട്ട് ചെയ്യുന്ന നിലയാണ് ഈ പോലീസ് റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, അതങ്ങ് മനസ്സിലാക്കണം. ലിസ്റ്റിൽ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞത്, ലിസ്റ്റിൽ വന്നതിന് ശേഷവും 20 പോലീസ് ജില്ലകളിലെയും ഉള്ള വേക്കൻസികൾ ഉണ്ട് എന്ന് റൈറ്റ് ടു ഇൻഫർമേഷൻ വഴി അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്താലല്ലേ അഡ്വൈസ് മെമ്മോ കിട്ടുള്ളൂ. അങ്ങനെയുള്ള നൂറുകണക്കിന് വേക്കൻസികളുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നുള്ള ഈ ലോ ആൻഡ് ഓർഡർ നോക്കുന്നത് മാത്രമല്ലല്ലോ, ഇവിടെ അഡീഷണൽ ജോലി ഞാൻ വിശ്വനാഥ് പറഞ്ഞത് ആവർത്തിക്കുന്നില്ല. കാരണം ഒരു 20 കൊല്ലം മുമ്പ് ഉണ്ടാകാത്ത, അന്നുണ്ടായിരുന്നതിന്റെ ഒരു 100 ഇരട്ടി ജോലികൾ പുതിയതായി പോലീസിന് വരികയാണ്. പുതിയ ജോലികൾ. ഇപ്പൊ സൈബർ ക്രൈമിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാവരും എല്ലാം നോക്കണം. കുറ്റാന്വേഷണവും നടത്തണം, ലോ ആൻഡ് ഓർഡർ നോക്കണം, സൈബറും നോക്കണം. എല്ലാവരും എല്ലാം നോക്കേണ്ട ഒരു വല്ലാത്ത, ഒട്ടും ശാസ്ത്രീയമല്ലാത്ത ഒരു സംവിധാനമാണ് പോലീസിനുള്ളത്. അത് നിങ്ങൾ ഗവൺമെന്റ് വന്നതിന് ശേഷം മാത്രം രൂപപ്പെട്ടു വന്നാന്നല്ല പറയുന്നത്. പക്ഷെ ഇപ്പോ 8 വർഷമായിട്ട് നിങ്ങളാണ് അധികാരത്തിലിരിക്കുന്നത്. അത് ഏറ്റവും കോംപ്ലിക്കേറ്റഡായി, ഏറ്റവും സങ്കീർണമായി നമ്മുടെ ക്രമസമാധാനത്തെയും നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കുക എന്നുള്ള പ്രഥമമായ ജോലി നിർവഹിക്കുന്നതിനെ വരെ ബാധിക്കുന്ന തരത്തിൽ അത് ഗൗരവമായി പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം സർ നമ്മൾ അറിയണം. ഞാൻ ബഹുമാനപ്പെട്ട സ്പീക്കറോട് പറയാണ്, ഈ ലെജിസ്ലേച്ചറിലുള്ള പോലീസ് സംവിധാനത്തെക്കുറിച്ചും ഇഷ്ടം പോലെ പരാതി മേലുദ്യോഗസ്ഥന്മാരെ കുറിച്ച് പോയിട്ടുണ്ട്. പരാതികൾ അത് അങ്ങയുടെ കൺട്രോളിലുള്ള കാര്യമല്ല, ഇഷ്ടം പോലെ പരാതികൾ. ഞാൻ പോയ ഒരു പരാതി, അവരെല്ലാവരും കൂടി കൂട്ടമായ ഒരു പരാതി കണ്ടപ്പോൾ വിഷമിച്ചു പോയി. വളരെ മോശമായ രീതിയിലാണ് അവരെ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെയുള്ള വാച്ച് ആൻഡ് വാർഡിന്റെ 100 ഇരട്ടി ജോലി ചെയ്യുന്നവരാണ് സാധാരണ ഒരു പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന പോലീസുകാർ. സാർ, അപ്പോൾ ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവരെ തള്ളി നീക്കാതെ ഗൗരവതരമായി ഒരു പോലീസിന്റെ അകത്ത് ആളുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് ആ ജോലി ഭാരത്തെ കൃത്യമായി നിർവചിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം വേണം. പക്ഷെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഈ വിഷയങ്ങളെല്ലാം ലഘൂകരിച്ചുകൊണ്ട് എല്ലാം നന്നായി പോവുകയാണ്. ഒരു നടപടി എടുത്തിട്ടില്ല. ഈ പറഞ്ഞ വിഷയം ഇത് വളരെ വിഷു പറഞ്ഞതുപോലെ ഈ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു വളരെ ഗൗരവതരമായ ഒരു കാര്യം പോലീസുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നത്. ഒരു നടപടി എടുത്തിട്ടില്ല. വളരെ ക്ലിയറാണ്, ഒരു നടപടി എടുത്തിട്ടില്ല. ഇതുകൊണ്ട് സർ, ആ നടപടി എടുക്കാത്തതിൽ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നു. നടപടി എടുക്കാൻ സർക്കാരിന് പ്രേരണ നൽകണം എന്ന് കരുതി തന്നെയാണ് ഞങ്ങൾ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചത്. അതിൽ നടപടി ഒന്നും സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യുന്നു.